ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങൾ. നമ്മുടെ പുറമേക്കുള്ള കാഴ്ചകളിലല്ല നമ്മൾ വിനയവും മറ്റുമൊക്കെ കൊണ്ടുവരേണ്ടത്. ഹൃദയത്തിലാണ് വിനയം ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. അത് അവിടെ ഇല്ലെങ്കിൽ, അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുറച്ചാളുകൾ നടന്നു പോകുന്നത് കണ്ടു. അങ്ങനെ തല താഴ്ത്തി വില്ലുപോലെ വളഞ്ഞുകൊണ്ടാണ് അവൻ നടക്കുന്നത്. തല താഴ്ത്തി വില്ലുപോലെ വളഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത്. അവരിങ്ങനെ വളഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇഅ്തദിൽ, നേരെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നടക്കുന്നതിലല്ല വിനയമുള്ളത്, നേരെ പോലെ നടക്കുക. ഒരിക്കൽ സഹാബികളിൽപ്പെട്ട ഒരാൾ നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടു. നിസ്കാരത്തിൽ കുനിഞ്ഞു നിൽക്കുന്നത് പാടില്ലാത്ത കാര്യമാണ്. നിസ്കാരത്തിൽ നേരെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ നിൽക്കേണ്ടത്? നേരെ നിൽക്കണം, ഇങ്ങനെ നിൽക്കരുത്, പാടില്ല. നിസ്കാരത്തിൽ ഖും എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിൽക്കാനാണ് പറഞ്ഞത്, കുനിഞ്ഞു നിൽക്കാനല്ല പറഞ്ഞത്. ചില ആളുകൾ അവരുടെ തഖ്വ കാണിക്കുന്നത് ഇത്തരം കോലങ്ങളിലല്ല തഖ്വയുള്ളത്, ഹൃദയത്തിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, ഹൃദയത്തിലാണ്. നിന്റെ ശരീരത്തിൻ്റെ രൂപം, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഹറാമ് ധരിക്കണം എന്നല്ല പറഞ്ഞ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. വസ്ത്രങ്ങൾ അള്ളാഹു അവൻ്റെ റസൂലും പഠിപ്പിച്ചതുപോലെ ധരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പുറമേക്കുള്ള ബാഹ്യമായ പ്രകടനങ്ങൾ, കാപഢ്യങ്ങൾ, ഇത് അള്ളാഹു തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. തസന്നു എന്ന് പറയുന്നത്, തകല്ലുഫ് എന്ന് പറയുന്നത്, കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്നത്, ആളുകൾക്ക് മുൻപിലുള്ള കൃത്രിമത്വം എന്ന് പറയുന്നത് ഖുർആനിൽ അള്ളാഹു വിലക്കിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് എന്താ? വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ തകല്ലുഫ് കാണിക്കുന്ന ആളിൽപ്പെട്ടതല്ല. തകല്ലുഫ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യത്തിന് അമിതമായ ശ്രദ്ധ കാണിക്കുക, അത് വേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച പോലെ ജീവിക്കുക. അതിൽ കൂടുതലായി പ്രകടനപരത ഉണ്ടാക്കുക എന്നത് നിങ്ങളെ മനസ്സിന് ഉപദ്രവം ചെയ്യും, നിങ്ങളെ പരലോകത്തിന് ഉപദ്രവം ചെയ്യും, നിങ്ങളെ ദുനിയാവിനൊക്കെ ഉപദ്രവം ചെയ്യും.